ഓപ്പറേഷൻ സിന്ദൂറിന് പകരം വിട്ടും ഞങ്ങളുടെ ശത്രുക്കൾക്ക് ഞങ്ങൾ വിവരിക്കാവുന്നതിലും അപ്പുറമാണ്. നിങ്ങൾ വിചാരിക്കുന്നതിലും അപ്പുറമാകും ഇനിയുള്ള തിരിച്ചടി. വീണ്ടും ഇന്ത്യ ആക്രമിക്കുമെന്നും കൊലവിളി മുഴക്കിക്കൊണ്ട് ലഷ്കർ ഭീകരനായ സെയ്ഫുള്ള ഖസൂരി രംഗത്ത്. അതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഇന്ത്യക്കും നേരെ ഭീഷണി മുഴക്കിക്കൊണ്ടാണ് ഇദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത്. ഇത് പറയുന്നത് മോദി ചെവിയിൽ നുള്ളിക്കോ എന്ന് തുടങ്ങിക്കൊണ്ടാണ് പ്രസംഗം ആരംഭിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ അവർ നടക്കാൻ പോകുന്ന ദുഷ്കരമായ സമയങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്നും ഒപ്പം ആവേശത്തിന് തങ്ങൾക്ക് ഒട്ടും കുറവില്ല എന്നും വിളിച്ചു കൂവുകയാണ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ജെയ്ഷെ കമാൻഡർ മൈക്കിലൂടെ ഇന്ത്യക്ക് നേരെ ഭീഷണി മുഴക്കിയതിന്റെ തൊട്ടടുത്ത ദിവസമാണ് വീണ്ടും ഖസൂരി രംഗത്ത് വന്നിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പകരം വീട്ടുമെന്നാണ് ഖസൂരിയുടെ ഭീഷണി. ബഹാവൽപൂരിൽ നടന്ന ഒരു പൊതുയോഗത്തിൽ സംസാരിക്കവെയായിരുന്നു ഖസൂരിയുടെ ഭീഷണി വന്നത്. നമ്മൾ ദുഷ്കരമായ സമയത്തിലാണ്, പക്ഷേ ഞങ്ങളുടെ ആവേശം വളരെ കൂടുതലാണ്. ഞങ്ങളുടെ ജനങ്ങൾക്ക് ഞങ്ങൾ പട്ടുപോലെ മൃദുവാണ്, പക്ഷേ ഞങ്ങളുടെ ശത്രുക്കൾക്ക് വിവരിക്കാവുന്നതിലും അപ്പുറമാണ് എന്നതാണ് ഖസൂരി പറയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ട് അഭിസംബോധന ചെയ്തുകൊണ്ടായിരുന്നു ഭീഷണി. നരേന്ദ്രമോദി, നിങ്ങളുടെ ചെവികൾ തുറന്ന് ശ്രദ്ധാപൂർവം കേൾക്കുക. നിങ്ങളുടെ ക്രൂരമായ സമൂഹത്തെ അറിയിക്കുക. അവരുടെ നദികൾ ഞങ്ങളുടേതാകുന്ന സമയം അടുത്തിരിക്കുന്നു. അവരുടെ അണക്കെട്ടുകൾ നമ്മുടേതാകും. മുഴുവൻ ജമ്മു ആൻഡ് കാശ്മീർ ഞങ്ങളുടേതാകുമെന്നും മറ്റു പലതും ഞങ്ങളുടേതാകുമെന്നാണ് ഇതിലൂടെ ഭീഷണി മുഴക്കുന്നത്. നിങ്ങളുടെ പ്രവർത്തികളിലൂടെ തന്നെ അനന്തരഫലങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വരും. പാകിസ്ഥാനെയും അവിടുത്തെ ജനങ്ങളെയും എങ്ങനെ സംരക്ഷിക്കണമെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം. ഞങ്ങളുടെ ശത്രുക്കളോട് എങ്ങനെ പ്രതികാരം ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാമെന്നും ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങളുടെ ഇച്ഛാശക്തി നഷ്ടപ്പെട്ടുവെന്ന് കരുതരുത്, അല്ലെങ്കിൽ ഈ മുറിവുകളെക്കുറിച്ചുള്ള മൗനം പാലിക്കുന്നുവെന്ന് കരുതുകയും ചെയ്യരുത്. ഞങ്ങൾ ആക്രമണാത്മകമായി തന്നെ തിരിച്ചടിക്കുമെന്നാണ് ഖസൂരി പറയുന്നത്. ഇന്ത്യയെ ആക്രമിക്കാൻ പരിപാടിയിൽ സന്നിഹിതരായിരുന്ന ജനക്കൂട്ടത്തിൽ നിന്ന് ഖസൂരി പിന്തുണയും തേടുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പാകിസ്ഥാൻ പൗരനായ സെയ്ഫുള്ള ഖസൂരി ആകട്ടെ അതിർത്തി കടന്നുള്ള ഭീകര പ്രവർത്തനങ്ങളുടെ മറ്റൊരു സൂത്രധാരനാണ്. പഹൽഗാം അടക്കം ഇന്ത്യയിൽ നടന്ന നിരവധി ഭീകര ആക്രമണങ്ങൾ ഖസൂരിക്ക് പങ്കുണ്ട് എന്നതാണ് ഇന്ത്യൻ ഇന്റലിജൻസ് വൃത്തങ്ങൾക്കിടയിൽ തന്നെ വ്യക്തമാക്കുന്നത്. ഖാലിദ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഖസൂരി ആകട്ടെ മറ്റൊരു ഏറ്റവും വിശ്വസനീയമായ ഫീൽഡ് കമാൻഡർമാരിൽ ഒരാളായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. മസൂദ് അസർ ആകട്ടെ പാകിസ്ഥാനിൽ നിന്നും നിരവധി ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നതായും നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നതാണ്. മാത്രമല്ല, ജെയ്ഷെ കമാൻഡറായ മസൂദ് ഇല്യാസ് കഴിഞ്ഞ ദിവസങ്ങളിൽ കാശ്മീരിൽ സംവദിക്കുന്നതിന്റെ വീഡിയോ അടക്കം സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ വൈറലായി മാറുകയും ചെയ്തിരുന്നു. ഇതിനെല്ലാം പിന്നാലെയാണിപ്പോൾ ലഷ്കർ ഭീകരനടക്കം വീണ്ടും ഇന്ത്യക്ക് നേരെ ഭീഷണി മുഴക്കിക്കൊണ്ട് രംഗത്ത് വരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.